ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC സിംപ്ലിഫൈഡ്. ഇത് നമ്മുടെ 35ാമത്തെ ക്ലാസ് ആണ്. ശരിക്കും ഓർഡറിൽ പോവുകയാണെങ്കിൽ നമ്മൾ 40-ലധികം എത്തേണ്ടതാണ്. എനിക്ക് കഴിഞ്ഞ വീക്ക് തീരെ ക്ലാസ് ഇടാൻ പറ്റിയിട്ടില്ല. എനിക്ക് പനിയായിരുന്നു. മെയിൻലി എൻ്റെ സൗണ്ട് പോയി, അതുകൊണ്ട് എനിക്ക് വോയിസ് ഓവർ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും ആദ്യം തന്നെ ഒരു സോറി പറയാണ്. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നമ്മൾ ടെലിഗ്രാമിൽ കുറച്ച് ക്വിസ് ടൈപ്പായിട്ട് ക്വസ്റ്റ്യൻ പോളൊക്കെ ചെയ്തിട്ട് നമുക്കങ്ങനെ പഠിക്കാമെന്നൊക്കെ. പക്ഷെ എനിക്കതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും പിന്നെ ഇങ്ങനൊരു അവസ്ഥയിലേക്കായി. പിന്നെ നമുക്ക് ടെലിഗ്രാമിലാകെ 12 പേരേ ഉള്ളൂ. അതിനകത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുഖമില്ല എന്നുള്ളത്. നമ്മൾ ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആവും നെക്സ്റ്റ് വീക്ക് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആകെ 12 പേരെ അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെ ഞാനൊന്ന് അറിയിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി അങ്ങോട്ടേക്ക് എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളവിര അല്ലെങ്കിൽ ഡോളവിര, ചിലപ്പോൾ ദാ വരും. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശമാണ് ധോളവിര. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏത്? 1916. ആനി ബസന്റ് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ജ്യോതിബ ഫുലെ. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ജ്യോതിബ ഫുലെ. പാഞ്ചാലി ശബദം എന്ന തമിഴ് കാവ്യം രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. പാഞ്ചാലി ശബദം എന്ന തമിഴ് കാവ്യം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. സ്വാഭിമാന പ്രസ്ഥാനം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആരംഭിച്ചത് ആര്? EV രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? തെലങ്കാന. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര ഉറപ്പാക്കുന്ന മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം തെലങ്കാന. ഇന്ത്യൻ ഭരണഘടനയിൽ സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏവ? വകുപ്പ് 14 മുതൽ 18 വരെ. ഇന്ത്യൻ ഭരണഘടനയിൽ സമത്വത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന വകുപ്പുകളാണ് വകുപ്പ് 14 മുതൽ 18 വരെ. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ ഏത് അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ്? വകുപ്പ് 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് വകുപ്പ് 25 മുതൽ 28 വരെ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗാലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗാലി വെങ്കയ്യ. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നത് ഭരണഘടനയുടെ ഏത് വിഭാഗത്തിൽ പെടുന്ന കാര്യമാണ്? മൗലിക കർത്തവ്യങ്ങളാണ്. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക എന്നത് മൗലിക കർത്തവ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? സുകുമാർ സെൻ. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏത്? ബുദ്ധമയൂരി.
പാപ്പിലിയോ ബുദ്ധ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരി. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ഗോൾ കീപ്പർ ആരാണ്? PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ മലയാളി ഗോൾ കീപ്പർ ആരാണ്? PR ശ്രീജേഷ്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗം ഏതാണ്? വരയാട്. ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ പ്രധാന സംരക്ഷിത മൃഗം ഏത്? വരയാട്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി പരിണമിച്ചുണ്ടായത്? രാമനാട്ടം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി പരിണമിച്ചുണ്ടായത്? രാമനാട്ടം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? അപ്പം നമുക്കറിയാം വടക്കേ അറ്റത്തുള്ള ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ്. വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ചിങ്ങം 1. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം 1. കായംകുളം താപവൈദ്യുത നിലയത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? നാഫ്ത. കായംകുളം താപവൈദ്യുത നിലയത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? നീണ്ടകര. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഏറ്റവും വലുത് എന്നുള്ള രീതി നീണ്ടകര അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഓർത്ത് വെക്കണം. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആര്? രാമനമ്പി. 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? രാമനമ്പി. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിഡാൻക്യോ. അപ്പം നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്, ഇത് ഏത് രാജ്യത്തെ സംഘടനയാണ് എന്നുള്ളത് കണ്ടെത്തുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കണ്ടെത്തിയിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കൂട്ടോ. 2024 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിഡാൻക്യോ. ജാതിക്കുമ്മി എന്ന പ്രശസ്തമായ കൃതി രചിച്ചത് ആര്? പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി എന്ന പ്രശസ്തമായ കൃതി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. VT ഭട്ടതിരിപ്പാട് രചിച്ച വിപ്ലവാത്മകമായ നാടകം ഏത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. VT ഭട്ടതിരിപ്പാട് രചിച്ച വിപ്ലവാത്മകമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാൻ. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് അക്കാമ ചെറിയാൻ. 1942 കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ KB മേനോൻ. 1942 കീഴരിയൂർ ബോംബ് കേസിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ KB മേനോൻ. സ്കൂൾ കുട്ടികളെ സൈബർ ലോകത്തെ ചതിക്കുഴികളിൽ നിന്നും രക്ഷിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കിഡ്സ് ഗ്ലോ. സ്കൂൾ കുട്ടികളെ സൈബർ ലോകത്തെ ചതിക്കുഴികളിൽ നിന്നും രക്ഷിക്കാനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കിഡ്സ് ഗ്ലോ. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു. സസ്യങ്ങളിൽ ബീജസങ്കലനത്തിന് ശേഷം കായയായി മാറുന്ന ഭാഗം ഏതാണ്? ഓവറി, അണ്ഡാശയമാണ് കായയായിട്ട് മാറുന്നത്. സസ്യങ്ങളിൽ ബീജസങ്കലനത്തിന് ശേഷം കായയായി മാറുന്ന ഭാഗമാണ് അണ്ഡാശയം.
ഒരു സ്ഥലത്ത് നിന്ന് മാറ്റാതെ തന്നെ ജീവികളെ അവയുടെ സ്വാഭാവിക സാഹചര്യത്തിൽ സംരക്ഷിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇപ്പൊ ഇൻസൈഡ് എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, എവിടെയാണോ അവര് ആദ്യമേ ഉണ്ടായിരുന്നത് അവിടെ തന്നെ അവരെ സംരക്ഷിക്കുന്ന ആ ഒരു സംഗതിയാണ് ഇൻസിറ്റു കൺസർവേഷൻ. ഇനി ഇതെന്നല്ലാതെ പുറത്തേക്ക് കൊണ്ടുപോകുന്നുള്ളതിൽ അത് എക്സിറ്റു ആണ്. അപ്പോൾ നമുക്കറിയാം എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കാണ്. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് മാറ്റാതെ തന്നെ ജീവികളെ അവയുടെ സ്വാഭാവിക സാഹചര്യത്തിൽ സംരക്ഷിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷൻ. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് വേദിയായ രാജ്യം ഏതാണ്? ഇന്ത്യ. 2025 പ്രഥമ ഖോ-ഖോ ലോകകപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ. ഓക്കെ, അപ്പൊ പ്രഥമം എന്നുള്ളത് ഓർത്ത് വെക്കണേ. ആദ്യമായിട്ടാണ് ഖോ-ഖോ ലോകകപ്പ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയായിരുന്നു വേദി. പ്ലാന്റ് സെല്ലുകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സെൽ ഓർഗനല്ല ഏതാണ്? ഫേനം. വാക്യൂൾസ് ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ പ്ലാന്റ് സെല്ലുകളിൽ, ഓക്കെ, പ്ലാന്റ് സെല്ലുകളിൽ എന്ന് വെച്ചാൽ സസ്യകോശങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന സെൽ ഓർഗനല്ല ഏതാണ്? ഫേനം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രധാന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യും? നാരുകളായിട്ട് പ്രവർത്തിക്കും, ഫൈബേഴ്സ് ആയിട്ട് പ്രവർത്തിക്കും എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ഫൈബ്രിനോജൻ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രധാന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഫൈബ്രിനോജൻ. പ്രോട്ടീൻ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈമുകൾ ഏതെല്ലാം? പെപ്സിനും ട്രിപ്സിനും. പ്രോട്ടീൻ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈംസ് ആണ് പെപ്സിൻ ആൻഡ് ട്രിപ്സിൻ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ. എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്ന രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? ബാക്ടീരിയ. എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്ന രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ബാക്ടീരിയ. പട്ടുനൂൽ പുഴു വളർത്തൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സെറികൾച്ചർ. ഓക്കെ, മുയൽ വളർത്തലോ? ക്യൂണികൾച്ചർ. പട്ടുനൂൽ പുഴു വളർത്തൽ അറിയപ്പെടുന്നത് സെറികൾച്ചർ. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? വിജാഗിരി സന്ധി, ഹിഞ്ച് ജോയിന്റ്. അപ്പോൾ നമുക്കറിയാം, വാതിൽ ആലോചിച്ചാൽ മതി. അപ്പം നമ്മൾ വാതിലൊക്കെ, വീട്ടിലെ വാതിലൊക്കെ എങ്ങനെയാണ് അല്ലേ? പുറത്തേക്കും അകത്തേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അടയ്ക്കാം, തുറക്കാം. അതുപോലെ തന്നെയാണ് കൈമുട്ടും കാൽമുട്ടും അല്ലേ? നമുക്ക് അകത്തേക്ക് ഇങ്ങനെ നമുക്ക് മടക്കി വെക്കുകയും ചെയ്യാം അല്ലേ? നമുക്ക് അതിൻ്റെ നീട്ടി വെക്കാം. അപ്പം അങ്ങനെ ആലോചിച്ച് വെക്കുക. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? വിജാഗിരി സന്ധി. 2 ന്യൂറോണുകൾക്കിടയിലുള്ള വിടവ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സിനാപ്സ്. 2 ന്യൂറോണുകൾക്കിടയിലുള്ള വിടവ് അറിയപ്പെടുന്ന ഒരു ഗ്യാപ്പിനെ പറയുന്ന പേരാണ് സിനാപ്സ്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള മൂലകം ഏതാണ്? ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുള്ള മൂലകം ഏതാണ്? ഫ്ലൂറിൻ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ അലോയ് ഏതാണ്? അൽനിക്കോ. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ ആണ്, ലോഹസങ്കരം. ഓക്കെ, LPGയിലെ പ്രധാന ഘടകം ഏതാണ്? ബ്യൂട്ടേൻ. LPGയിലെ ഒരു പ്രധാന ഘടകമാണ് ബ്യൂട്ടേൻ. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗതികോർജം, കൈനറ്റിക് എനർജി. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന ഊർജമാണ് ഗതികോർജം. കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്ന തരംഗം ഏതാണ്? അൾട്രാസോണിക് തരംഗം. അൾട്രാസോണിക് വേവ്സ് ആണ് കടലിന്റെ ആഴം അളക്കാൻ ഉപയോഗിക്കുന്നത്.
വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസ സംഹിത അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അയ്യാ വഴി. വൈകുണ്ഠസ്വാമികളുടെ വിശ്വാസ സംഹിത അറിയപ്പെടുന്നത് അയ്യാ വഴി എന്ന പേരിലാണ്. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കപ്പെട്ട വർഷം 1937. തിരുവിതാംകൂർ സർവകലാശാല സ്ഥാപിക്കപ്പെട്ട വർഷം 1937. യോഗക്ഷേമ സഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആര്? VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആര്? വേലുത്തമ്പി ദളവ. 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1885. കോൺഗ്രസിന്റെ സൂറത്ത് പിളർപ്പ് നടന്ന വർഷം 1907. കോൺഗ്രസിന്റെ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം ഏതാണ്? 1907. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട്സ് ടെലിഗ്രാം ഗ്രൂപ്പിൽ, നമ്മളെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ് നാളെ അപ്ലോഡ് ചെയ്യും. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.